ഇടുക്കി ഇടമലക്കുടി ഗോത്രഗ്രാമത്തിലെ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് 29% കുട്ടികളിൽ പോഷകാഹാരത്തിന്റെ കുറവുണ്ടെന്ന് കണ്ടെത്തി. കുട്ടികളിൽ ഉയരത്തിനൊത്ത വളർച്ചയില്ല എന്നും മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായും വിലയിരുത്തൽ. ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഒട്ടേറെ സ്ത്രീകളിലും മുതിർന്നവരിലും പോഷകാഹാരത്തിന്റെ കുറവ് മൂലം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പോഷകാഹാരത്തിന്റെ കുറവ് കണ്ടെത്താൻ കൂടുതൽ ആളുകളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ചു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഇതൊരു സ്വാഭാവികമായി നടക്കുന്ന പരിശോധനയിൽ കണ്ടെത്തിയതാണോ? എന്താണ് വിവരങ്ങൾ? കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ മേഖലയിൽ? മാധു, സാധാരണ ഓരോ വർഷവും വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്താറുണ്ട്. അത് ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത ശേഷമാണ് പരിശോധനകൾ നടത്താറ്. ഇത്തവണ കേരളത്തിൽ 2 ഇടങ്ങളിൽ, പാലക്കാട്ടെ ഒരു ആദിവാസി ഉന്നതിയിലും ഇടുക്കി ഇടമലക്കുടിയിലുമായിരുന്നു ഈ പരിശോധന നടത്തിയത്. അങ്ങനെ നടത്തിയ ന്യൂട്രീഷൻ ഇന്റർവെൻഷൻ പ്രോഗ്രാമിലാണ് കുട്ടികളിൽ 29% കുട്ടികളിലും പോഷകാഹാരത്തിന്റെ കുറവുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇടമലക്കുടി ആദിവാസി ഉന്നതിയിലെ വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളിലാണ് ഈ രക്തപരിശോധന നടത്തിയത്. അങ്ങനെ പരിശോധന നടത്തിയ 29% കുട്ടികളിലും പോഷകാഹാരത്തിന്റെ കുറവ് ഉണ്ട്. പല കുട്ടികളിലും ഉയരത്തിനൊത്ത വണ്ണമില്ല എന്നൊരു കണ്ടെത്തലാണ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും ഈ കുട്ടികളിലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായിട്ടുള്ള പരിശോധന നടത്താനാണ് നിലവിൽ ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം 300 പേരുടെ രക്തസാമ്പിളുകൾ കൂടി ശേഖരിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികളുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ കൂടുതൽ സ്ത്രീകളിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 300 പേരുടെ രക്തപരിശോധന റിപ്പോർട്ട് കൂടി പുറത്തു വന്ന ശേഷം വിപുലമായിട്ടുള്ള കൂടുതൽ പരിപാടികൾ നടത്താനാണ് നിലവിൽ സർക്കാരിന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ ഫുഡ് കിറ്റുകളെല്ലാം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോഷകാഹാരം ഉണ്ടാക്കാമെന്നും ഇതെങ്ങനെയൊക്കെ കഴിക്കാമെന്നും ആളുകൾക്ക് നേരിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 300 പേരുടെ രക്തപരിശോധനാ സാമ്പിൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പോഷകാഹാരങ്ങൾ ഈ ഉന്നതികളിൽ വിതരണം ചെയ്തുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. മാധു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 29% കുട്ടികളിലും ധാരാളം സ്ത്രീ